എല്ലാവർക്കും കോറിലേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കറക്ഷൻ ഇൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വാല്യൂസൊക്കെ എക്സിൻ്റെയോ വൈയുടെ വാല്യൂസൊക്കെ തെറ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്ന. രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നോക്കാം. ഫോളോവിങ് വെയർ ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ആൻ അനാലിസിസ് ഓഫ് 12 pairs ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. നമുക്ക് പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ്റെ എണ്ണത്തെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ ഈക്വൽ ടു 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിഗ്മ എക്സ് നമുക്കിവിടെ 30 ആണ്, സിഗ്മ വൈ 5 ആണ്, സിഗ്മ എക്സ് സ്ക്വയർ 670 ആണ്, സിഗ്മ വൈ സ്ക്വയർ 285 ആണ്, സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 334 ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആർ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പിന്നീട് നമ്മൾ മനസ്സിലായത് ലെറ്റർ ഓൺ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് 1 pair ഓഫ് വാല്യൂസ്. നമുക്കിവിടെ 1 pair ഓഫ് വാല്യൂസ്, അതായത് എക്സിൻ്റെ വാല്യൂ 11, വൈയുടെ വാല്യൂ 4 വേർ കോപ്പീഡ് റോങ്ലി. ഇത് രണ്ടും തെറ്റായിട്ടുള്ള വാല്യൂ ആയിരുന്നെന്ന്. നമുക്ക് എക്സിന് കുറേ വാല്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരു വാല്യൂ ആയിട്ടുള്ള 11 എന്ന് പറയുന്നത് തെറ്റായിട്ട് എടുത്തതാണ്. നമുക്കത് കറക്റ്റ് വാല്യൂസ് ഓഫ് ദി പെയർ വേർ എക്സ് എന്ന് പറയുന്നത് 10ഉം വൈ എന്ന് പറയുന്നത് 14ഉം ആയിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവിടെ നമ്മൾ എക്സ് വാല്യൂ 10ന് പകരം നമ്മൾ തെറ്റായിട്ട് ഇവിടെ എന്തെടുത്തു, 11 എടുത്തു. വൈ വാല്യൂ 14ന് പകരം തെറ്റായിട്ട് നമ്മൾ ഇവിടെ 4 എന്നും എടുത്തു അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം നമ്മൾ വരുത്തേണ്ടതാണ്. അത് എവിടേക്ക് അത് ബാധിക്കാം, നമുക്ക് എക്സിൻ്റെ വാല്യൂ കൂട്ടിയെടുക്കുമ്പോൾ അല്ലേ, സിഗ്മ എക്സിൻ്റെ വാല്യൂ ടോട്ടൽ ചെയ്യുമ്പോൾ അത് മാറ്റം വരാം. അതുപോലെ തന്നെ വൈയുടെ വാല്യൂയിൽ മാറ്റം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ വൈയുടെ പോലെ സിഗ്മ വൈയിൽ മാറ്റം വരാം. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയറിൽ വരാം, സിഗ്മ വൈ സ്ക്വയറിൽ വരാം അല്ലേ. അതുപോലെ തന്നെ സിഗ്മ എക്സ് വൈയിൽ ഇതിലെല്ലാം നമുക്ക് ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അല്ലേ. അപ്പോൾ അതങ്ങനെ മാറ്റങ്ങൾ വരുത്തി എടുക്കുക എന്നുള്ളത്. അതിന് ശേഷം നമ്മൾ കറക്റ്റ് വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് സിഗ്മ എക്സ് വൈയും എക്സ് സ്ക്വയറും വൈ സ്ക്വയറൊക്കെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ അവസാനം നമുക്ക് അതിൻ്റെ കോറിലേഷൻ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ കറക്ഷൻ നടത്തുക എന്നുള്ളത് നോക്കുക. ആദ്യം തന്നെ നമുക്ക് സിഗ്മ എക്സിൽ മാറ്റം വരുന്നത് നോക്കാം. സിഗ്മ എക്സ് എത്രയാണ്, 30 ആണ് അല്ലേ. ഈ 30 എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 11 കൂട്ടിയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ 30ൽ നിന്ന് ആദ്യം തെറ്റായിട്ടുള്ള വാല്യൂ 11 നമ്മൾ കുറയ്ക്കുന്നു. അതിനുശേഷം ശരിയായിട്ടുള്ള വാല്യൂ 10 നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു അല്ലേ. അപ്പോൾ അത് കറക്റ്റ് ആവില്ലേ. 30 - 11 തെറ്റായിട്ടുള്ള വാല്യൂ കുറച്ച് കളയുന്നു. പിന്നെ ശരിയായിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, കൂട്ടിയെടുക്കുന്നു അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും നിങ്ങളിങ്ങനെ ചെയ്യുക. 30 - 11 + 10 നമുക്ക് 29 എന്ന് കിട്ടും. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഇവിടെ സിഗ്മ എക്സ് 30 എന്നുള്ളത്, ഈ 30 എന്നുള്ളത് തെറ്റായിട്ടുള്ള വാല്യൂ 11 കൂട്ടിയാണ് 30ലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 11 കുറച്ചിട്ട് ശരിയായിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 10 നമ്മൾ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് സിഗ്മ എക്സ് കിട്ടി. അതുപോലെ തന്നെയാണ് സിഗ്മ വൈയും കണ്ടുപിടിക്കുന്നത്. സിഗ്മ വൈ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, 5 ആണല്ലേ. നമുക്ക് 5 എന്ന് പറയുന്നത് 4 കൂട്ടിയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 5ൽ നിന്ന് 4 നമ്മൾ കുറയ്ക്കുന്നു. അതിന് ശരിക്കുള്ള വാല്യൂ ആയിട്ടുള്ള 14 നമ്മൾ കൂട്ടുന്നു അല്ലേ. 5 - 4 + 14 നമുക്ക് എത്ര കിട്ടുന്നു, 15 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ സിഗ്മ എക്സും സിഗ്മ വൈയും നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ അതായത് നമ്മൾ എക്സിൻ്റെ സ്ക്വയർ എടുത്തിട്ട് എക്സ് വാല്യൂയുടെ എല്ലാത്തിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് അതിനെ കൂട്ടുന്നതാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 11ൻ്റെ സ്ക്വയർ നമ്മൾ എടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ് 670 എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, 670ൽ നിന്ന് 11ൻ്റെ സ്ക്വയർ ആദ്യം കുറയ്ക്കും. എന്നിട്ട് കറക്റ്റായിട്ടുള്ള 10ൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, 649 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നതാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ 11ഉം നമ്മൾ തെറ്റായിട്ട് എടുത്തിട്ട് 11ൻ്റെ സ്ക്വയറും ഈ ടോട്ടലിൽ വന്നിട്ടുണ്ട് അല്ലേ, 670ൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 11ൻ്റെ സ്ക്വയർ കുറച്ചിട്ട് ശരിക്കുമുള്ള 10ൻ്റെ സ്ക്വയർ നമുക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കൂട്ടിയെടുക്കുന്ന സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സിഗ്മ വൈ സ്ക്വയറും ചെയ്താൽ മതി. സിഗ്മ വൈ സ്ക്വയർ 285 ആണല്ലേ. അതിൽ നമുക്ക് തെറ്റായിട്ടുള്ള വാല്യൂ 4 സ്ക്വയർ കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 14 സ്ക്വയർ നമുക്ക് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 465 എന്ന് കിട്ടും. അതുപോലെ തന്നെ സിഗ്മ എക്സ് വൈയിലും വ്യത്യാസമുണ്ട് അല്ലേ. സിഗ്മ എക്സ് വൈയിൽ വ്യത്യാസം എങ്ങനെയാണ് വന്നിരിക്കുന്നത്, സിഗ്മ എക്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സിഗ്മ എക്സ് വൈ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്, 334 ആണ്. അപ്പോൾ നമുക്ക് എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ആണ് നമ്മൾ സിഗ്മ എക്സ് വൈ അതിൻ്റെ ടോട്ടൽ എടുത്തുകൊണ്ടാണ് സിഗ്മ എക്സ് വൈ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 11 × 4 334 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 334 - 11 × 4 അതായത് നമ്മൾ
ഇവിടെ നമ്മൾ ഇവിടെ 11ഉം 4 എക്സും വൈയും തമ്മിലല്ലേ 11ഉം 4 തെറ്റായിട്ടുള്ള എക്സും തെറ്റായിട്ടുള്ള വൈയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് കളയുക. ഒപ്പം തന്നെ ശരിയായിട്ടുള്ള എക്സും ശരിയായിട്ടുള്ള വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൂട്ടിയെടുക്കുകയും ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്കതും കറക്റ്റ് ചെയ്യാൻ പറ്റും. 11 × 4 തെറ്റായിട്ടുള്ള എക്സ് തെറ്റായിട്ടുള്ള വൈ അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് ശരിയായിട്ടുള്ള എക്സ് ശരിയായിട്ടുള്ള വൈ അല്ലേ, അത് നമ്മൾ കൂട്ടിയെടുക്കുകയും ചെയ്യുന്നത് ഇത് കുറച്ചിട്ട്. അപ്പോൾ നമുക്ക് 334 - 44 + 140 കിട്ടും. അപ്പോൾ 430 കിട്ടും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സിഗ്മ എക്സും സിഗ്മ വൈയും x² y² എക്സ് വൈയും എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തു അല്ലേ. ഇതെല്ലാം കറക്റ്റ് ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരിട്ട് നമ്മുടെ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ കൃത്യമായിട്ട് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ച വാല്യൂസ് ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നവർ നമ്മളിവിടെ ആർ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അല്ലേ. 0.775 നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം, അല്പം കൂടെ കൂടുതൽ കാൽക്കുലേഷൻ വരുന്ന മറ്റൊരു പ്രോബ്ലം നോക്കാം. വൈൽ കാൽക്കുലേറ്റിംഗ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് 30 pairs ഓഫ് ഒബ്സർവേഷൻ, നമുക്കിവിടെ n എന്ന് പറയുന്നത് 30 ആണ്. ദ ഫോളോവിങ് റിസൾട്ട്സ് വെയർ ഒബ്റ്റെയിൻഡ്, താഴെ പറയുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് 2 pairs ഓഫ് ഒബ്സർവേഷൻ വെർ ടേക്കൺ ആസ്. അപ്പോൾ 2 പെയർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. നമുക്ക് തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിൽ ഒരു പെയർ ഓഫ് ഒബ്സർവേഷൻ ഒരെണ്ണം മാത്രമേ മാറിയുള്ളൂ. ഇവിടെ 11ഉം 4നും പകരം 10ഉം 14ഉം വരണമായിരുന്നു അല്ലേ, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ 2 പെയർ മാറ്റം വന്നതേ ഉള്ളൂ. അപ്പോൾ അല്പം കൂടെ നമുക്ക് സാധാരണ മോളിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അല്പം കൂടെ കാൽക്കുലേഷൻ കൂടുതൽ വരുന്നത് മാത്രമേ അല്ലേ. ഫൈൻഡ് ദ കറക്റ്റ് വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അല്ലേ. അതായത് എക്സിന് എന്ന് പറയുന്നത് 8ഉം 11ഉം 8ഉം 12നും പകരം എക്സ് നമുക്ക് 8ഉം 10ഉം ആയിരുന്നു അല്ലേ. നമുക്ക് വൈ എന്ന് പറയുന്നത് 10നും 7നും പകരം 12ഉം 8ഉം ആയിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കറക്റ്റ് സിഗ്മ എക്സ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യുന്നു. സിഗ്മ എക്സിൻ്റെ വാല്യൂയിലാണ് കൂട്ടുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യണം, രണ്ടുകൂടെ കൂട്ടിയിട്ട് ഈ 120ൽ നിന്ന് തന്നിരിക്കുന്ന സിഗ്മ എക്സിൽ നിന്ന് കുറയ്ക്കണം. ഒപ്പം തന്നെ അടുത്തത് 8ഉം 10ഉം അല്ലേ, കറക്റ്റ് വാല്യൂസ് രണ്ടുകൂടെ എന്ത് ചെയ്യണം, കൂട്ടിയെടുക്കുകയും ചെയ്യണം. അപ്പോൾ 120 - 8 + 12 ഇതാണ് തെറ്റായിട്ടുള്ള വാല്യൂ അല്ലേ, ഇതാണ് ശരിയായിട്ടുള്ള വാല്യൂ എക്സിൻ്റെ. ഇപ്പോൾ രണ്ടുകൂടെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് 118 കിട്ടും അല്ലേ. ഇത് കുറച്ചിട്ട് ഇത് കൂട്ടുമ്പോൾ 118 നമുക്ക് കിട്ടും. സിഗ്മ എക്സ് കറക്റ്റ് വാല്യൂ കിട്ടി. അതുപോലെ തന്നെ സിഗ്മ വൈ നമുക്ക് തന്നിരിക്കുന്നത് 90 എന്നാണ് തന്നിരിക്കുന്നത് സിഗ്മ വൈ. അപ്പോൾ ഈ ഒരു 90ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, തെറ്റായിട്ടുള്ള വൈയുടെ വാല്യൂസ് അല്ലേ 10ഉം 7ഉം നമ്മൾ കൂട്ടി കുറയ്ക്കുന്നു. പിന്നെ നമുക്ക് ശരിയായിട്ടുള്ള വൈയുടെ വാല്യൂ 12 കിട്ടും, അതിൻ്റെ കൂടെ കൂട്ടിയെടുക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 93 കിട്ടും. ഇനി നമുക്ക് സിഗ്മ x² ആണെങ്കിലും അതുപോലെ ചെയ്താൽ മതി. സിഗ്മ x² എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള എക്സിൻ്റെ വാല്യൂസ് അതിൻ്റെ 2ൻ്റെ സ്ക്വയർ കൂട്ടി വന്നിട്ടുണ്ടല്ലേ, 8² + 12². അപ്പോൾ അതെന്ത് ചെയ്യണം, അത് 600ൽ നിന്ന് കുറയ്ക്കണം. പിന്നെ ശരിയായിട്ടുള്ള എക്സിൻ്റെ വാല്യൂ 8² + 10², ശരിയായിട്ടുള്ള എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ കൂട്ടുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് 556 സിഗ്മ x² കിട്ടും. സിഗ്മ y² അങ്ങനെയാണ്. സിഗ്മ y² എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 250 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 പറഞ്ഞിരിക്കുന്നത് അല്ലേ സിഗ്മ y². അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ തെറ്റായിട്ടുള്ള വൈയുടെ വാല്യൂസ് നമ്മൾ സ്ക്വയർ ചെയ്തിരിക്കുന്നത് 10² 7² അല്ലേ, ആ രണ്ടും ഇതിൽ നിന്ന് കുറയ്ക്കണം. ശരിയായിട്ടുള്ള വൈയുടെ വാല്യൂ 12² 8² നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് 350 കിട്ടും. ഇനി സിഗ്മ xy കറക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ്, എക്സും വൈയും തമ്മിലല്ലേ. അപ്പോൾ തെറ്റായിട്ടുള്ള എക്സും വൈയും തമ്മിൽ വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പോൾ 8 × 10 നമ്മൾ ചെയ്തിട്ടുണ്ട്, 12 × 7 ചെയ്തിട്ടുണ്ടാവും അല്ലേ. തെറ്റായിട്ടുള്ള വാല്യൂസാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ. 8 × 10 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, 12 × 7 അല്ലേ, എക്സ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടോട്ടലിൽ നിന്ന് നമ്മൾ ആദ്യം കുറയ്ക്കണം, 356ൽ നിന്ന് കുറയ്ക്കണം. പിന്നെ ശരിയായിട്ടുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും നമ്മൾ അതിനോട് കൂട്ടുകയും ചെയ്യണം അല്ലേ. ഇതാണ് ശരിയായിട്ടുള്ള വാല്യൂ. 8ഉം 12ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 10ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ. 8ഉം 12ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 10ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ശരിയായിട്ടുള്ള വാല്യൂസ് നമ്മൾ അതിനോട് കൂട്ടുകയും ചെയ്യണം. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കളഞ്ഞിട്ട് എന്ത് എഫക്റ്റാണ് വന്നിട്ടുണ്ടാവുക അത്തരത്തിൽ എഫക്റ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി അത് നമ്മളിത് കുറച്ച് കളയുന്നു. ശരിയായിട്ടുള്ള ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശരിയായിട്ടുള്ള വാല്യൂ വെച്ച് ചെയ്യുകയും ചെയ്യുന്നു. അത്രയും കാര്യങ്ങളാണ് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്ക് 368 കിട്ടും. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, പിന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് ഇതിലേക്ക് കറക്റ്റായിട്ടില്ല ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂസ് അതാത് സ്ഥലങ്ങളിലേക്ക് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആർ വാല്യൂ എന്ന് പറയുന്നത് 0.05 എന്ന് കിട്ടുന്നു അല്ലേ, 0.05 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കറക്ഷൻ വരുന്ന കേസുകളിൽ കോറിലേഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട്
എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ പ്രോബ്ലംസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് കണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എക്സാം ആകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. നല്ല ഓർത്തിരിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ് മുതൽ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.